പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ SFIയുടെ പ്രതിഷേധം ഇപ്പോൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നു. പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിക്കുന്നത്? വിദ്യാർത്ഥികൾ ഇതാ മതിൽ ചാടി കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFIയുടെ നേതൃത്വത്തിൽ ഉള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മതിൽ ചാടി തൊട്ടപ്പുറത്തോട്ട് കടന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം, പെൺകുട്ടികളടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ ASFന്റെ നേതൃത്വത്തിൽ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതാ പെൺകുട്ടികളടക്കമുള്ള ആളുകളാണ് അതിന്റെ മുകളിലേക്ക് ചാടി കയറിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെ എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. SFIക്കാരെ പോലീസ് ഗേറ്റിന് മുൻപിൽ ആയിരുന്നു തടഞ്ഞിരുന്നത്. ആ ഗേറ്റിന് മുൻപിൽ തടഞ്ഞ ആ സാഹചര്യത്തിൽ SFIക്കാർ തൊട്ടപ്പുറത്ത് മതിൽ ചാടി കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ക്യാമറമാൻ രാജീവ് സേവ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. എന്തായാലും അതിനകത്തേക്ക് പെൺകുട്ടികളടുത്ത ആളുകളാണ് ഇപ്പോൾ. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആശിർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത്. സ്കൂളിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സ്കൂളിൻ്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പോലീസ് അവരെ തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗുരുതരമായ ആരോപണമാണ് സ്കൂൾ അധികൃതർക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ളത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സ്കൂളിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീ? ഗേറ്റ് അടച്ചു. പക്ഷേ പ്രതിഷേധം അത് നേരത്തെ ASF പ്രവർത്തകർ 50-ൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഒരു 100-150ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഈ മതിൽ ചാടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പൂർണ്ണമായി വിദ്യാർത്ഥികൾ അകത്താണുള്ളത്. കുറേയധികം വിദ്യാർത്ഥികൾ അകത്തുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും തീർച്ചയായും നമ്മുടെ അകത്തെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ രാജീവ് നൽകുന്നുണ്ട്. അകത്തെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് ഇപ്പോൾ നൽകുന്നത്. അവിടെ കുറെ വിദ്യാർത്ഥികൾ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. ഇതിന് പുറത്ത് SFI നേതാക്കളും പോലീസും ചേർന്ന് വലിയ തോതിലുള്ള വാക്കേറ്റം നടക്കുന്നു. എന്തായാലും SFI പ്രവർത്തകർ പൂർണ്ണമായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ അകത്ത് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു കാരണവശാലും ആശിർ നന്ദയ്ക്ക് നീതി ലഭിക്കാതെ പിറകോട്ട് പോകില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. SFI പ്രവർത്തകർ ഇന്നലെ SFIയുടെ നേതൃത്വത്തിലടക്കം വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്ന് 2 മണിക്ക് രക്ഷകർത്താക്കളും യുവജന വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളും ചേർന്ന് മാനേജ്മെന്റുമായി ഒരു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയാണ് SFIയുടെ ഒരു മാർച്ച് ഇവിടെ നടന്നത്. പോലീസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റോഡിൽ ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചു. SFI ജില്ലാ സെക്രട്ടറി വിപിൻ ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം, മുഴുവൻ വിദ്യാർത്ഥികളെയും അകത്തേക്ക് കയറ്റി വിടണമെന്ന് ആവശ്യം ഉന്നയിച്ചു. പക്ഷേ പോലീസ് സമ്മതിച്ചില്ല. പൊടുന്നനെ പുറകിലുണ്ടായിരുന്ന പ്രവർത്തകർ അകത്തേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തായാലും 50ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ അകത്ത് കയറി കഴിഞ്ഞു. അവരെ പോലീസ് തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗം മതിൽ SFI പ്രവർത്തകർ പൊടുന്നനെ ചാടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ലാത്തി വീശുക എന്നതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ പ്രായോഗികമല്ല. കാരണം കുറച്ചധികം വിദ്യാർത്ഥികളുണ്ട്, കോളേജ് വിദ്യാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അകത്തേക്ക് കയറുമെന്ന നിലപാടിൽ ഉറച്ചുറച്ചു നിൽക്കുകയാണ്. അവരുടെ വീണ്ടും വിദ്യാർത്ഥികൾ മതിൽ ചാടിക്കടക്കുമെന്ന സാഹചര്യമാണുള്ളത്. പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾ ഈ മതിൽ ചാടിക്കടന്നിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിൽ ഇടിമുറികൾ അടക്കമുണ്ട് എന്നാണ് SFI നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഒരു ഇരയാണ് ഇത്തരത്തിൽ ആശിർ നന്ദ എന്ന് SFI നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരെ തടയുക എന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും
SFI നേതാക്കൾ വീണ്ടും SFI നേതാക്കൾ തള്ളിക്കയറാനുള്ള ശ്രമം, ഗേറ്റിന് മുൻവശത്ത് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. SFIയുടെ നേതാക്കൾ ഗേറ്റിന് മുൻപിൽ തള്ളിക്കയറാനുള്ള ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ. പുറത്ത് വലിയ തോതിൽ സംഘർഷം, അകത്ത് കൂടുതൽ വിദ്യാർത്ഥികളെത്തി അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്തായാലും SFIയുടെ ജില്ലാ നേതാക്കളടക്കം പുറത്താണുള്ളത്. ഇവർക്ക് അകത്തേക്ക് പോകണമെന്നാണ് ഒരു ഘട്ടത്തിൽ പറയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ ഫോഴ്സ് മുട്ടിക്കുളങ്ങരയിൽ നിന്നും അതുപോലെ തന്നെ ശ്രീശ്വരത്തു നിന്നും മണ്ണാർക്കാട് നിന്നൊക്കെ വന്ന ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഏതാണ്ട് 300ഓളം വരുന്ന SFI പ്രവർത്തകർ ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്നൊരു നിലപാട് അവർ പറയുന്നു. ഇന്ന് യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൗൺസിലിംഗ് നൽകണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ. ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറിയിട്ടുണ്ട് SFI പ്രവർത്തകർ. അവർ അവിടെ മുദ്രാവാക്യം മുഴക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഈ ആശിർ നന്ദയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളിനെതിരെ മാനസിക പീഡനം ഉൾപ്പെടെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ചില അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടി വേണം, ഈ കടുത്ത നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. നേരത്തെയും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ വിഷയം ഉന്നയിച്ചുള്ള പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് SFI പ്രവർത്തകർ തള്ളിക്കയറി മുദ്രാവാക്യം മുഴക്കുകയാണ്.